പടം തന്നെ. ടോവിനോട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയമാണല്ലോ. സിനിമയാണ്, വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഫാമിലി എൻ്റർടൈനറാണ്, കാണാവുന്ന നല്ല സിനിമയാണ്. പടം ടോവിയുടെ കരിയറിലെ ഒരു ബെസ്റ്റ് ആയിരിക്കും പടം. എന്താണ് മമ്മിയുടെ ഒരു അഭിപ്രായം? നല്ല പടമാണ്, നല്ല പടം. ടോമിനെ ഈ പടത്തിൽ നല്ല അടിപൊളി ആക്ടിങ് ആണ്. ചേച്ചി പടം എങ്ങനെയുണ്ട്? സ്കോർ ഒരു രക്ഷയില്ല. ടോവിന് എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. നമുക്ക് ഈ സിനിമക്കുള്ള സിനിമ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ടോവി അതിൽ നന്നായിട്ട് ചെയ്യുകയും പിന്നെ ഡേവിഡ് പണിക്കരുന്ന ക്യാരക്ടർ ആദ്യം തൊട്ട് അവസാനം വരെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ചേഞ്ചും ലാസ്റ്റിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ നല്ല ഡീപ്പായിരുന്നു. നല്ല പടമാണ്. തിയേറ്ററിൽ നിന്ന് കാണാനുള്ള സിനിമ. സൗബിന് നല്ല പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളിയുടെ കോമഡികളും എല്ലാം വർക്ക് ആയിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. അതിഗംഭീര മൂവിയാണ്. കാരണം സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ നമുക്കിപ്പോൾ ടൊവിനോ തോമസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആ കഥാപാത്രത്തെ അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും ഡയറക്റ്റ് കമ്പാരിസൺ വരെ ഉദയനാണ് താരമായിട്ടും റീസെൻ്റ്ലി ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായി ഇത്ര റിയലിസ്റ്റിക്കായി എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയുന്ന രീതിയിൽ യാതൊരു കലർപ്പില്ലാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗബിൻ ഷായറിൻ്റെ അതിഗംഭീരമായ കൂടെയുള്ള ആക്ടിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ടൊവിനോ തന്നെ പറഞ്ഞ ഈ സിനിമ എന്താണ്, അതായത് കഴിവ് നഷ്ടപ്പെട്ട് എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥ എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ അനൂപ് മേനോൻ്റെ ഒരു ക്ലൈമാക്സ് ആക്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ അനുഭവിച്ചറിയേണ്ട ഒരു ആക്ടാണ്. കാരണം ആക്ടിങ്ങും ലൈഫും വളരെ അകലത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് തോന്നുമെങ്കിലും അത് രണ്ടും ഒന്നാണെന്ന രീതിയിലാണ് സംവിധാനം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിഗംഭീരമായ സിനിമയാണ്. അടുത്ത 100 കോടി ക്ലബ് ഉറപ്പുള്ള സിനിമയാണ്. താങ്ക് യു ഏട്ടാ. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ബ്രോ? നൈസ് മൂവിയായിരുന്നു. ഞാൻ എനിക്ക് ലൈക്ക് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര വൈബ്, ആ ഒരു മൂഡ്. പക്ഷേ പടം ഭയങ്കര സീരിയസ് ആണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. എടുത്തു പറയേണ്ടത് ഫ്രെയിംസ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കോസ്റ്റ്യൂം എക്താനം കണ്ടെന്ന പേര് പൊളിച്ചിട്ടുണ്ട്. ലൈക്ക് എല്ലാ കോസ്റ്റ്യൂമും ഭയങ്കര വൈബ്, ഭയങ്കര കളറാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി സിനിമയ്ക്കുള്ള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് അതായത് എങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ട് അനുപേൻ്റെ ഒരു എക്സലൻറ്റ് ക്യാമിയോ ഉണ്ടായിരുന്നു. അനുപേൻ ക്ലൈമാക്സ് ഒക്കെ നൈസായിട്ട് പൊളിച്ചു. സൗബിനും നൈസാണ്. എല്ലാ നൈസാണ്. പിന്നെ സീ സൗണ്ട് വന്നപ്പോൾ ഇത് സീ സൗണ്ട് കിട്ടുമെന്ന് തോന്നും. ഇടയ്ക്ക് ഇവരുടെ ശബ്ദം കുറച്ച് കുറവ് തോന്നി. അത് തിയേറ്ററിൽ ഇഷ്ടമുണ്ടാവില്ല. ബട്ട് മൂവി ആസ് എ ഹോൾ നല്ല ഇങ്ങനൊരു മൂവി ലാൽ ജൂനിയറിൽ പ്രതീക്ഷിച്ചില്ല. കാരണം ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ വേറെ വൈബായിരുന്നു വെച്ചു. ബട്ട് പടം നൈസാണ്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മൂവി ലൈഫിലാണ്. ടൊവിനോ പൊളിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ലുക്സ്, ഡിഫറെൻറ്റ് സ്റ്റൈല് ഇത്. ആൻഡ് സുരേഷ് കൃഷ്ണൻ ഓൾസോ. ലാൽ ജൂനിയറിന് പറഞ്ഞ സുരേഷ് കൃഷ്ണൻ എപ്പോഴും ഒരു സ്പെഷ്യൽ ഇതായിരിക്കും. എനിക്ക് മൂവി നന്നായി കുഴപ്പമുണ്ടായി. എന്തായാലും പ്രത്യേകിച്ച് പറഞ്ഞാണ് കോസ്റ്റ്യൂം ഏറ്റവും സൂപ്പറായിട്ട്. ഇപ്പോഴത്തെ ആരെങ്കിലും കളിയാക്കുന്നവർ അങ്ങനെ ഇല്ല. സാധാരണ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ കുറേ മോക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മോക്കിംഗ് ആയിട്ടല്ല. ഇത് ആക്ച്വലി ഡേവിഡ് പണിക്കർ എന്ന് പറഞ്ഞൊരു ആക്ടറുടെ ആളുടെ ലൈഫാണ് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. നമ്മൾ സുരേഷ് ഗോപിയുടെ ചില ഡയലോഗ്സൊക്കെ നമ്മൾ ട്രെയിലർ കണ്ടാണല്ലോ. അത് പക്ഷേ മോക്കിംഗ് ആയിട്ടല്ല. അങ്ങനെ ആരെയും മോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ഇല്ലാതില്ല. കൂടുതലും ആ ക്യാരക്ടറിൻ്റെ ലൈഫാണ് കാണിക്കുന്നത്. ഞാൻ മോക്കിംഗ് ഇടാന്ന് പ്രതീക്ഷിച്ചു. കാരണം ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ നമ്മൾ ചെറിയ മോക്കിംഗ് കാണാം. പക്ഷെ അത് തീരെയില്ല. മൂവി ഒരു സ്ലോ പീസാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് കൂടി ഒരു ലാഗ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് നൈസായിരുന്നു. ഞാൻ ടോവിനാണ് കഴിച്ചു. പടം എങ്ങനെയുണ്ട്? എല്ലാവർക്കും നല്ല എൻജോയ്മെൻറ്റ് കിട്ടുന്നതല്ല, കുഴപ്പമില്ല. നല്ല ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു നടൻ്റെ കഥ തന്നെ പറയുന്നത്. സോ കുഴപ്പമില്ല, എൻ്റർടൈൻമെൻ്റ് ആണ്. അതൊക്കെ മതി. അല്ല, സിനിമ നമ്മളുടെ നടന്റെ ജോലി അഭിനയമാണല്ലോ. ശ്രാദ്ധം ഉണ്ടാക്കില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുണ്ടോ? എല്ലാവരും
സുരേഷ് കൃഷ്ണ ചേട്ടൻ്റെ ഒപ്പമുള്ള ഒരു അഭിനയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൗണ്ടറുകളെല്ലാം ഭയങ്കര രസമായിരുന്നു. പുള്ളിക്ക് ഈ സിനിമ കൊണ്ട് പുള്ളിയുടെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടില്ലാത്തൊരു ഏരിയ കൂടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ ഭാവന സിനിമ ഉണ്ടായിരുന്നോ? അറിയോ? അറിയില്ല. ഭവൻ ടച്ചിലുണ്ടോ? ഓ പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ വിളിക്കണം. എന്താണ് പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്? സിനിമ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ കണ്ട നിങ്ങളാണ് പറയേണ്ടത്. നല്ലതാണോ ശരിയാണോ ഞാൻ പറയുന്ന കാര്യമില്ല. ഇഷ്ടപ്പെട്ടോ? ഓക്കെ താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? ഡേവിഡ് പഠിക്കലിനെ പോലെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഈ പടം ഇൻസ്പിറേഷൻ ആണോ? ഡേവിഡ് പടിക്കൽ ഗ്രൗണ്ടഡ് ആണോ? സെക്കൻഡ് ഹാഫില് ഞാൻ അതിനേക്കാളും ഗ്രൗണ്ടഡ് അല്ലേ.